ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് നഗരത്തിന്റെ വികസന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തി വ്യത്യസ്തമാവുകയാണ് കോർപ്പറേഷൻ. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രോഗികൾക്ക് പൂർണ്ണ ശുശ്രൂഷയും മരുന്നും നൽകുന്ന പാലിയേറ്റീവ് പരിചരണ പദ്ധതിക്ക് കോർപ്പറേഷൻ തുടക്കം കുറിക്കുകയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. പയ്യോളി മനോജ് വധം അട്ടിമറിക്കാൻ CPM കോൺഗ്രസ് ഗൂഢാലോചന നടക്കുന്നുവെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. ഹയർ സെക്കൻഡറി കോഴക്കച്ചവടത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് SFI പ്രവർത്തകർ ഹയർ സെക്കൻഡറി റീജിയണൽ ഓഫീസ് ഉപരോധിച്ചു. കരിങ്കൽ ക്വാറികളുടെ അനിശ്ചിതകാല സമരത്തിൽ കെട്ടിട നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. പയ്യോളി മനോജ് വധം CBI ഏൽപ്പിച്ച് അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. CBI അന്വേഷണം വേണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. പയ്യോളി മനോജ് വധക്കേസിൽ CBI അന്വേഷണം വേണമെന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ സത്യവാങ്മൂലം കേരളത്തിലെ കോൺഗ്രസ് CPM ഗൂഢാലോചനയുടെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ് ആരോപിച്ചു. കേസ് നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിക്കുകയും 15 പ്രതികൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതികളെ മനോജിന്റെ അമ്മയും ഭാര്യയും നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. പ്രസ്തുത പ്രതികളുടെ വിചാരണ ഉടൻ നടത്തണം. അതിനു പകരം കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം കേസ് അട്ടിമറിക്കാനുള്ള കോൺഗ്രസ് CPM ഗൂഢാലോചനയാണ് വെളിപ്പെടുത്തുന്നതെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. കേസ് അന്വേഷിക്കാൻ കേരള പോലീസിന് കഴിവും പ്രാപ്തിയുമുണ്ടെന്നിരിക്കെ ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നാവശ്യപ്പെടുന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണ്. മനോജിന്റെ അമ്മ CBI അന്വേഷണം ആവശ്യപ്പെട്ടുവെന്ന ഗുരുതരമായ കളവും അന്വേഷണ ഉദ്യോഗസ്ഥൻ തട്ടിവിടുന്നു. ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മനോജിന്റെ അമ്മയും ഭാര്യയും നൽകിയ പരാതിയിൽ സർക്കാർ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. പ്രതികൾ ഇക്കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് സഹതാപം പിടിച്ചുപറ്റാനും ന്യായാധിപരുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കാനുമാണെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. കേസ് അന്വേഷണ സംഘവും പ്രതിഭാഗം ചേർന്നുകൊണ്ട് സത്യത്തെ തമസ്കരിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് നമ്മുടെ നിയമനീതിന്യായ വ്യവസ്ഥയുടെ മരണമണിയാണ്. ഹയർ സെക്കൻഡറി കോഴക്കച്ചവടത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി റീജിയണൽ ഓഫീസ് ഉപരോധിച്ചു. ബുധനാഴ്ച രാവിലെയാണ് SFI ജില്ലാ സെക്രട്ടറി MK നികേഷിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന രീതിയിലുള്ള കച്ചവടത്തിനെതിരെ SFI പ്രക്ഷോഭം ആരംഭിച്ചു. കോഴക്കച്ചവടത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഇടിയങ്ങരയിലുള്ള ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ചു. SFI ജില്ലാ സെക്രട്ടറി MM നികേഷ്, ജില്ലാ പ്രസിഡന്റ് MM ജിജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 6ഓളം SFI പ്രവർത്തകരാണ് ഉപരോധം സംഘടിപ്പിച്ചത്. സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. പ്രവർത്തകരെ വലിച്ചിഴച്ചാണ് പോലീസ് ജീപ്പിൽ കയറ്റിയത്.
SFI ഭാരവാഹികളായ കെ അശ്വന്ത്, PT അമർജിത്ത്, AK വിജിത്, AK ഷിനിൽ എന്നിവരെയും കസ്റ്റഡിയിലെടുത്തു. ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കുന്നതിൽ നടന്ന അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക സമ്പ്രദായം അട്ടിമറിക്കപ്പെട്ടു. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ അഭാവത്തിൽ കോഴയ്ക്ക് കൂട്ടുനിന്ന ജോയിന്റ് ഡയറക്ടർ ലീഗുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നും SFI നേതൃത്വം ആരോപിക്കുന്നുണ്ട്. കരിങ്കൽ ക്വാറികൾ അനിശ്ചിതമായി അടച്ചിട്ടതോടെ കെട്ടിട നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന നിർമ്മാണ മേഖലയിൽ സ്തംഭനം തുടരുന്നത് സമ്പദ്ഘടനയെ സാരമായി ബാധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പല കാരണങ്ങളാൽ ദിനേന പ്രതിസന്ധി മൂർച്ഛിച്ചു വരികയായിരുന്നു നിർമ്മാണ മേഖലയിൽ. ഇതിനിടയിലാണ് കഴിഞ്ഞ 25-ാം തീയതി മുതൽ ചെങ്കൽ കരിങ്കൽ ക്വാറികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത്. 2013 ഓഗസ്റ്റ് 5-ന് ശേഷം അനുമതി വാങ്ങിയ ചെങ്കൽ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്താനുള്ള ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇതോടെ നിർമ്മാണ മേഖലയിലേക്ക് ചെങ്കല്ല്, കരിങ്കല്ല്, മെറ്റൽ, എംസാൻഡ് തുടങ്ങിയവയുടെ വരവ് പൂർണ്ണമായി നിലച്ചതായും നിർമ്മാണ മേഖല സ്തംഭിച്ചതായും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നേടിത്തരുന്ന മേഖലയാണ് കെട്ടിട നിർമ്മാണം. നിർമ്മാണ മേഖലയുടെ തകർച്ച സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും. പ്രത്യക്ഷമായോ പരോക്ഷമായോ കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഈ സുപ്രധാന പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ബൈക്ക് അപകടങ്ങളിൽ മരണമടഞ്ഞ സുഹൃത്തുക്കൾക്ക് നാടിന്റെ യാത്രാമൊഴി. ബേപ്പൂരിലെത്തിച്ച മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ജനപ്രതിനിധികളും മത, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമടക്കം വൻ ജനാവലിയാണ് യാസിൻ മദ്രസയിലും വീടുകളിലും എത്തിയത്. പെരുന്നാൾ ആഘോഷിക്കാനായി വയനാട്ടിലേക്ക് പോയി മടങ്ങിവരവെ താമരശ്ശേരിയിലാണ് ഇവർ സഞ്ചരിച്ച ബൈക്ക് ജീപ്പിലിടിച്ച് അപകടമുണ്ടായത്. പെരുന്നാൾ ദിനത്തിൽ ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ യുവാക്കൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. താമരശ്ശേരിക്കടുത്ത് അമ്പായത്തോട്ടിലുണ്ടായ അപകടത്തിൽ ബേപ്പൂർ പുളിമുട്ടിന് സമീപം താമസിക്കുന്ന കുന്നത്തുപറമ്പ് സജീർ, കിണറ്റിങ്ങിലകത്ത് ഫർഷാദ്, അരയൻ വീട്ടിൽ ഇസ്മായിൽ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തുക്കളായ 7 പേരാണ് പെരുന്നാൾ ദിനത്തിൽ വിനോദയാത്രയ്ക്കായി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. നമസ്കാരത്തിന് ശേഷമാണ് 3 ബൈക്കുകളിലായി ഇവർ പുറപ്പെട്ടത്. ചുരം കണ്ട് തിരിച്ചുവരും വഴിയാണ് അപകടം. ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ജീപ്പിനടിയിൽ പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളായ മരിച്ച 3 അവിവാഹിതരാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബേപ്പൂരിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തി. പൊതുദർശനത്തിന് ശേഷം ബേപ്പൂർ ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കി. ബേപ്പൂർ കുന്നത്തുപറമ്പിൽ ഹമീദിന്റെ മകനാണ് സജീർ. സജ്ന, റിസാന, ഫർസാന, നിഹാമുദ്ദീൻ എന്നിവർ സഹോദരങ്ങളാണ്. കിണറ്റിങ്ങലകത്തെ പരാതനായ നാസറിന്റെയും ഫൌസിയുടെയും മകനാണ് ഫർഷാദ്. ഫർസാന സഹോദരിയാണ്. അരയൻ വീട്ടിൽ ബഷീർ, അസ്മാബി ദമ്പതികളുടെ മകനാണ് ഇസ്മായിൽ. ഫൈസൽ, ഫൌമില്ല എന്നിവർ സഹോദരങ്ങളാണ്. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് പരിചരണ പദ്ധതി ഓഗസ്റ്റ് 1-ന് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി മഞ്ഞളാംകുഴിയാലി പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മേയർ പ്രൊഫസർ AK പ്രേമജം ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പദ്ധതിയാണ് പാലിയേറ്റീവ് പരിചരണ പദ്ധതി. 25,80,000 രൂപ മുടക്കി മരുന്ന്, വാഹനം, വാട്ടർ ബെഡ്, കട്ടിൽ, വീൽചെയർ, വാക്കർ, ഹോം കെയർ പരിചരണം തുടങ്ങി പൂർണ്ണമായും രോഗികൾക്ക് ശുശ്രൂഷയും മരുന്നും നൽകുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 1-ന് ടൌൺഹാളിൽ മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിക്കും. ചടങ്ങിൽ കോഴിക്കോട് മേയർ പ്രൊഫസർ AK പ്രേമജം അധ്യക്ഷം വഹിക്കും. പദ്ധതിയുടെ ഭാഗമായ ആംബുലൻസിന്റെ താക്കോൽ ദാനം എളമരം കരീം MLA യും മരുന്ന് വിതരണം പ്രദീപ് കുമാർ MLA യും പാലിയേറ്റീവ് രജിസ്റ്റർ കൈമാറൽ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫും നിർവഹിക്കുമെന്ന് മേയർ പ്രൊഫസർ AK പ്രേമജം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ 25,80,000 രൂപ മുടക്കി മരുന്ന്, വാഹനം, വാട്ടർ ബെഡ്, കട്ടിൽ, വീൽ ചെയർ, വാക്കർ, ഹോം കെയർ പരിചരണം തുടങ്ങി പൂർണ്ണമായും അവശത അനുഭവിക്കുന്ന രോഗികളെ സഹായിക്കാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് ഈ പാലിയേറ്റീവ് കെയർ പദ്ധതിയിലൂടെ ഒരുക്കുന്നത്. വാർത്തകളിൽ ഒരിടവേള. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ.
ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കോഴിക്കോടിന്റെ സംഗീതാർച്ചന. റഫി സാഹിബിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് MES സംഘടിപ്പിച്ച ഗാനസംഗമം റഫി ഗാനം പോലെ ആസ്വാദകർക്ക് നിത്യവിസ്മയമായി. അനശ്വര ഗായകൻ മുഹമ്മദ് റഫി മൺമറഞ്ഞിട്ട് 33 വർഷം പിന്നിട്ടെങ്കിലും കോഴിക്കോട്ടുകാരുടെ ഹൃദയത്തിൽ റഫി സാഹിബിന്റെ ഈണങ്ങൾ ഇന്നും മുഴങ്ങുന്നു. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് റഫി പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ അരുവി പോലെ ഒഴുകിയെത്തുന്നു. റഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് റഫി ഗാനാലാപന മത്സരവും റഫി സംഗീതരാവും കോഴിക്കോട്ട് നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ഇത്തവണയും അതിനു മാറ്റമില്ല. റഫിയുടെ സ്മരണകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് MES റഹി സാഹിബിന്റെ ഓർമ്മകളെ അനശ്വരമാക്കിയത്. റഫിയുടെ ആരാധകർ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന 100ഓളം ഗാനങ്ങൾ, അതും 100 ഗായകർ പാടി കോഴിക്കോടിന്റെ പകലിനെയും രാവിനെയും റഫി സംഗീത ലഹരിയിൽ ആറാടിച്ചു. പ്രായഭേദമന്യേ ഗായകരും ആസ്വാദകരും ചേർന്ന് ടൌൺഹാളിലെ വേദിയെയും താളമുഖരിതമാക്കി. MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂറും മറിയയും ചേർന്ന് ആലപിച്ച എക്കാലത്തെയും റഫി സൂപ്പർഹിറ്റായ ആജുകൽ തെരെ മേരെ പ്യാരിക്കെ എന്ന ഗാനവും ശ്രീജിത്ത് ആലപിച്ച ക്യാ ഹുവ തേര വാദ എന്ന ഗാനവും ആസ്വാദകരെ ലയിപ്പിച്ചു. കോഴിക്കോട്ടെ ഹിന്ദുസ്ഥാനി ചക്രവർത്തിമാരും റഫി ഗായകരുമായ നയൻ ജെ ഷാ, കീർത്തന, മാസ്റ്റർ സൌരവ്, ഫഹദ്, സിബല്ല, ഗോപിക, അനിൽദാസ്, ഗുലാബ്, ഡോക്ടർ മെഹറൂഫ് രാജ്, പ്രഭാകർ റാവ് എന്നിവർക്കൊപ്പം കലാകാരന്മാരും വിദ്യാർത്ഥികളും ഗാനങ്ങൾ ആലപിച്ചു. 3 ഓർക്കസ്ട്ര ഗ്രൂപ്പുകളാണ് ഈ ഗാനസംഗമത്തിലെ പശ്ചാത്തല സംഗീതമൊരുക്കിയത്. MESന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് റഫി അനുസ്മരണം സംഘടിപ്പിച്ചത്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഗാനസംഗമം MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. MES ജില്ലാ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ADM അഷ്റഫ്, ഹാഷിം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ഹജ്ജ് വെൽഫെയർ ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹജ്ജ് വെൽഫെയർ ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏകദിന ഹജ്ജ് പഠന ക്യാമ്പ് ടാഗോർ സെന്റിനറി ഹാളിലാണ് നടന്നത്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് വെൽഫെയർ ഫോറം പ്രസിഡന്റ് TK പരീക്കുട്ടി ഹാജി അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി P മാമുക്കോയ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ 2-3 വർഷം തുടർച്ചയായി ഹജ്ജ് വെൽഫെയർ ഫോറം നടത്തുന്ന ഈ പരിപാടിയിൽ ഹജ്ജ് കമ്മിറ്റി സംബന്ധിക്കുന്നതിന് എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇതിനും 4-5 വർഷം മുമ്പ് ഒരു ഹജ്ജ് യാത്ര എന്നുള്ള നിലയിൽ സദസ്സിലിരുന്ന് ഈ ക്ലാസ് ആദ്യാവസാനം ശ്രമിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. കേരള ഹജ്ജ് വെൽഫെയർ ഫോറം അതിമഹത്തായ ഒരു സേവനമാണ് ഹാജിമാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി EC മുഹമ്മദ്, സെക്രട്ടറി പാലക്കണ്ടി മുഹമ്മദ്, അബ്ദുൾ സത്താർ ഹാജി, KV അബ്ദുറഹിമാൻ, ബാവ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മോങ്ങം അബ്ദുൾ സലാം മൌലവി ക്ലാസ് എടുത്തു. കാരപ്പറമ്പ്, പാറോളവയൽ, പൊന്നംപറമ്പ് സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. CPM കോഴിക്കോട് നോർത്ത് ഏരിയ സെക്രട്ടറി നിർമ്മലൻ സമരം ഉദ്ഘാടനം ചെയ്തു. CPM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കാരപ്പറമ്പ്, പാറോളവയൽ, പൊന്നംപറമ്പ്, ചാലിക്കര CDA കോളനി, വാഴത്തുരുത്തി, സിവിൽ സ്റ്റേഷൻ, കിഴക്കൻ തിരുത്തി എന്നീ പ്രദേശങ്ങളിൽ 3 ആഴ്ചയായി കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം. CPM കോഴിക്കോട് നോർത്ത് ഏരിയ സെക്രട്ടറി TV നിർമ്മലൻ സമരം ഉദ്ഘാടനം ചെയ്തു. നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ജപ്പാൻ കുടിവെള്ളം ലഭിക്കുമെന്ന മുടന്തൻ ന്യായം പറഞ്ഞ് കേരള വാട്ടർ അതോറിറ്റി ഈ കുടിവെള്ള പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ്. ഉപരോധ സമരത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുടിവെള്ളം കിട്ടാതിരിക്കുക, ശുദ്ധമായ വെള്ളം കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥയാണ് ഈ പറയുന്ന കുറെ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി VP ഉമ്മർ, TP സലീം, TC ബിജുരാജ്, NT ബാലപ്രകാശ്, MN പ്രവീൺ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പോലീസ് സംഘടനകളുടെയും സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സഹപ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ പോലീസ് മേധാവി AV ജോർജ് വിരമിക്കുന്നവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റികളുടെയും കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായ E പത്മനാഭൻ, VG സുരേന്ദ്രൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നാരായണൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകിയത്. പോലീസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി AV ജോർജ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. KPA പ്രസിഡന്റ് C വിനായകൻ അധ്യക്ഷം വഹിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ KB വേണുഗോപാൽ, ഡെപ്യൂട്ടി കമാൻഡ് N ബാബു, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ AV പ്രദീപ്, E പൃഥ്വിരാജ്, PK രാജു, പോലീസ് ഇൻസ്പെക്ടർ NK ബാബു, P മുരളീധരൻ, KPOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഷാഹുൽ ഹമീദ്, KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT ശശിധരൻ, PK ബാലസുബ്രഹ്മണ്യൻ, E ജയരാജൻ, M ഷിബു, PC പുരുഷോത്തമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മടവൂർ CM മഖാമിലെ ഉറൂസ് പരിപാടികൾ ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച ആരംഭിക്കും. രാവിലെ സ്വാഗത സംഘം ചെയർമാൻ CM കുഞ്ഞായൻ മുസ്ലിയാർ പതാക ഉയർത്തും. മതപ്രഭാഷണം, അനുസ്മരണ സമ്മേളനം, പണ്ഡിത സംഗമം, ഓർഫനേജ് കെട്ടിടോദ്ഘാടനം തുടങ്ങിയവ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 9 സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അൽ ജിഫ്രിയുടെ നേതൃത്വത്തിലുള്ള മഖാം സിയാറത്തോടെയാണ് ഉറൂസ് പരിപാടികൾക്ക് തുടക്കമാവുക. 10 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ CM കുഞ്ഞാഹിൻ മുസ്ലിയാർ കൊടിയുയർത്തും. തുടർന്ന് ഓത്തിടൽ നടക്കും. വൈകിട്ട് 7 കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, അൻവർ മുഹിയുദ്ദീൻ ഹുദവി തുടങ്ങിയവർ പങ്കെടുക്കുന്ന മതപ്രഭാഷണം. ശനിയാഴ്ച രാവിലെ അനുസ്മരണ സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CM മഖാം ഗേൾസ് ഓർഫനേജിന്റെ കെട്ടിടോദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവും ഞായറാഴ്ച വൈകിട്ട് 4 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. 7 മണിക്ക് സലാത്ത് മജ്ലിസിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് C കോയക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകും. പരിപാടികൾ ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച രാത്രിയോടെ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകളിൽ വീണ്ടും ഒരിടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. വാർത്തകൾ തുടരുന്നു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മതഭീകരത വിരുദ്ധ ദിനം ആചരിച്ചു.
ഇതിന്റെ ഭാഗമായി ചേകന്നൂർ മൗലവി അനുസ്മരണവും ഖുർആൻ പഠന സംഗമവും നടന്നു. ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം AITC നേതാവ് കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേകന്നൂർ മൗലവി എന്ന PK മുഹമ്മദ് അബ്ദുൽ ഹസൻ ബാക്കഫിയുടെ അനുസ്മരണ സമ്മേളനവും മതഭീകരത വിരുദ്ധ ദിനാചരണവും ഖുർആൻ പഠന സംഗമവും കോഴിക്കോട് ടൗൺ ഹാളിലാണ് നടന്നത്. ജൂലൈ 29 ഓരോ വർഷവും മതഭീകരത വിരുദ്ധ ദിനമായി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ആചരിച്ചു വരികയാണ്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ഖുർആൻ പഠന സംഗമം IRPC ചെയർമാൻ അബ്ദുൽ ജലീൽ പുറ്റക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മാനവ രാശിയുടെ സാഹോദര്യവും സൗഹൃദവും നിലനിർത്താൻ വേണ്ടി ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള പല മാനസിക മൂല്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം നാം എല്ലാവരും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരേയൊരു സതുദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ചേർന്നത്. KS സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ കുത്തുപറമ്പ്, സംസ്ഥാന പ്രസിഡന്റ് KK സാലിം ഹാജി, ബഷീർ താനാളു, തമീം അൻസാരി, സെയ്ദലവി അൻസാരി, സായിദ് അത്തോളി, MS റഷീദ്, MN കാരശ്ശേരി, KK രമ, ജാഫർ അത്തോളി, ഷംസുദ്ദീൻ മദാരി എന്നിവർ സംബന്ധിച്ചു. വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ റമദാൻ മാസത്തിന് പരിസമാപ്തി കുറിച്ച് മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ വിതരണവും വസ്ത്രവിതരണവും നടന്നു. പതിവ് പോലെ മെഡിക്കൽ കോളേജ് CH സെന്റർ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പെരുന്നാൾ ഭക്ഷണം നൽകി. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും CH സെന്റർ 7000-ഓളം ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു. CH സെന്റർ വോളണ്ടിയർമാർ ആശുപത്രി വാർഡുകളിലെത്തി രോഗികൾക്കും സഹായികൾക്കും ജീവനക്കാർക്കും ടോക്കൺ വിതരണം ചെയ്താണ് പെരുന്നാൾ ഭക്ഷണത്തിന് ക്ഷണിച്ചത്. പെരുന്നാൾ ഭക്ഷണ പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒരു മാസക്കാലത്തെ പുണ്യവ്രതത്തിന് ശേഷം ഇന്നെല്ലാവരും ലോകമെമ്പാടുമുള്ള കോടാനുകൂടി മുസ്ലിം സഹോദരങ്ങളോടൊപ്പം മറ്റുള്ള സമുദായങ്ങളും ഈ ആഘോഷ പെരുന്നാളിന്റെ ഭാഗമാക്കുകയാണ്. അതില് ഇങ്ങനെ ചടങ്ങില് എനിക്കും ഭാഗമാക്കാൻ സാധിച്ചത് ഞാൻ വളരെ നന്ദിയുണ്ട്. അതിന്റെ ഈ ഇതിലുള്ള ബന്ധപ്പെട്ട അധികാരികളെ അതിന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. CH സെന്റർ പ്രസിഡന്റ് KP കോയ അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി MA റസാഖ്, ഡോക്ടർ TP രാജഗോപാൽ, ഇബ്രാഹിം എളേറ്റിൽ, മുസ്തഫ ഖത്തർ, TP മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 500ഓളം വരുന്ന അന്തേവാസികൾക്ക് ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഭക്ഷണവും പുതുവസ്ത്രങ്ങളും നൽകി. ഇതോടൊപ്പം കിടക്കാൻ പായയും നൽകി. കുന്നമംഗലത്തെ പാലക്കൽ ഗ്രൂപ്പാണ് ഇവ വിതരണം ചെയ്തത്. ഹാൻഡ്വേവ് ചെയർമാൻ UC രാമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ അവരുടെ ഭാഗത്തോളം പിന്നെ അവരുടെ കയ്യിലുണ്ടാകുന്ന സ്വത്തുകൾ അത് എടുക്കുന്നതിന് വേണ്ടിയും അതേപോലെ മറ്റ് നല്ല ചെലവാകുന്നൊക്കെ കുടുംബങ്ങൾ നാട്ടി ഒഴിച്ച് ഇവിടേക്ക് പിന്നെ പുറന്തള്ളപ്പെട്ട അവസ്ഥയുണ്ട്. അതേപോലെ സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. KV വിനോദ് അധ്യക്ഷം വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രവീന്ദ്രൻ, പാലക്കൽ അബൂബക്കർ, O ഹുസൈൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പയ്യാനക്കൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബാഫാക്കി തങ്ങൾ മെമ്മോറിയൽ റിലീഫ് കമ്മിറ്റി 850 പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. കൌൺസിലർ AV അവറാൻ ഉദ്ഘാടനം ചെയ്തു. തിരുവണ്ണൂർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ റിലീഫ് കമ്മിറ്റി 600 കുടുംബങ്ങൾക്ക് റമദാൻ ഓണം കിറ്റുകൾ വിതരണം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് CSCO നടത്തിയ ഈദ് സംഗമം A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. CSCO പ്രസിഡന്റ് MP ചേക്കുട്ടി കോയ അധ്യക്ഷം വഹിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കുളമ്പ് രോഗ കുത്തിവയ്പ് പരിപാടി ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച ആരംഭിക്കും. ജില്ലയിലെ 1,14,000-ലധികം കന്നുകാലികൾക്കും 3,500-ഓളം പന്നികൾക്കും 3 ആഴ്ചയ്ക്കുള്ളിൽ കുത്തിവയ്പ് നൽകും. 3 മാസത്തിൽ താഴെ പ്രായമുള്ള കന്നുകുട്ടികളും 7 മാസത്തിലധികമായ ഗർഭിണി പശുക്കളും ഒഴികെ മറ്റുള്ളവയ്ക്കെല്ലാം കുത്തിവയ്പ് എടുക്കേണ്ടതാണെന്ന് മൃഗരോഗ നിയന്ത്രണ പരിപാടിയുടെ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ K ജാൻസി അറിയിച്ചു. ഇക്ര പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ ജൂലൈ 31 വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പ്രിന്റ് എഡിഷന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 31 രാവിലെ 10 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ എഡിഷനുകളാണ് ആരംഭിക്കുന്നത്.
മരം വ്യവസായികൾ 10 ജില്ലകളിലായി തുടർന്നു വരുന്ന അനിശ്ചിതകാല സമരം മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയാണെന്ന് സംസ്ഥാന സമിതി ഭാരവാഹികൾ അറിയിച്ചു. പ്ലൈവുഡ് മരത്തിന് ന്യായമായ വില നിശ്ചയിക്കുക, ജില്ലാതലത്തിൽ ലോഡിംഗ് കൂലി ഏകീകരിക്കുക, പട്ടയഭൂമിയിലെ മരം മുറിക്കുന്നതിനുള്ള നിയന്ത്രണം എടുത്തുകളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ എലത്തൂരിൽ ആരംഭിക്കുന്ന നീര സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് കൃഷിമന്ത്രി KP മോഹനൻ നിർവഹിക്കും. പ്രതിദിനം 10,000 ലിറ്റർ നീര സംസ്കരിക്കുന്നതിനുള്ള ഫാക്ടറിയാണ് എലത്തൂരിൽ ഒരുങ്ങുന്നത്. ഇതിൽ 6,000 ലിറ്റർ നീരയായും 2,000 ലിറ്റർ ഹണിയായും 2,000 ലിറ്റർ ബ്രൌൺ പഞ്ചസാരയായും വിപണിയിലെത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യോളി മനോജ് വധം അട്ടിമറിക്കാൻ CPM കോൺഗ്രസ് ഗൂഢാലോചന നടക്കുന്നുവെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. ഹയർ സെക്കൻഡറി കോഴക്കച്ചവടത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് SFI പ്രവർത്തകർ ഹയർ സെക്കൻഡറി റീജിയണൽ ഓഫീസ് ഉപരോധിച്ചു. കരിങ്കൽ ക്വാറികളുടെ അനിശ്ചിതകാല സമരത്തിൽ കെട്ടിട നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചതായി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.